ഇനിയുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമ്പയാണ്. അവസാനത്തെ കടമ്പ. എന്താ അത്? പറയാം. അല്ല, മോളിത് എവിടെ പോകുന്നു? കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സ്കൂട്ടറിലാണോ ഷോപ്പിങ്ങിന് പോകുന്നത്? കാർ എടുത്തോണ്ട് പോമോളെ. എനിക്ക് കാർ ഓടിക്കാൻ അറിഞ്ഞൂടാ. ഡ്രൈവർ ഉണ്ടല്ലോ, ഞാനും വരാം. വേണ്ട വേണ്ട, എനിക്ക് പോവേണ്ടതേ ലേഡി ഷോപ്പിലാ. ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. അഭിസാറിനോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? കല്യാണത്തിന് ഇനി അധിക ദിവസമല്ലേ വൈദ്യരെ. സാറ് തിരക്കില്ലല്ലേ? സാറിന്റെ സമയം നോക്കി നിന്നാ വിവാഹത്തിന്റെ ഡേറ്റ് കഴിയും. എന്തായാലും ഞാൻ കൂടെ വരാം. ഡോർ അടച്ചോട്ടെ. മോളെ മോളെ, ഞാൻ കയറിയില്ല മോളെ. ഈശ്വര, പണി പാളിയല്ലോ. കല്യാണത്തിന് ഇനി വിരലിലെണ്ണുന്ന ദിവസം മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഈ പെണ്ണ് അനർത്ഥങ്ങളൊന്നും വരുത്തി വെക്കാതിരുന്നാൽ മതിയായിരുന്നു. ദൈവമേ കാത്തോളണേ. ഇടത് സത്യയുടെ ചേച്ചിയല്ലേ ദിവ്യ? അതെല്ലോ. ഇവളിവിടെ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ, ഇവളുടെ കല്യാണത്തിന്റെ തലേന്ന് ഒളിച്ചോടി പോയല്ലേ. ഇതിപ്പോ എവിടെ നിന്ന് പൊട്ടി മുളച്ചു? ആ കുരുവിയോട് ചോദിച്ചാൽ വിവരം അറിയാം. അതെ, നീ ഒന്ന് വിളിച്ചോ. എന്താടാ? ദിവ്യ എവിടേക്കോ തനിച്ച് സ്കൂട്ടറിൽ പോകുന്നത് കണ്ടെന്ന്. ആരാ പറഞ്ഞേ? നമ്മുടെ തയ്യക്കടയിലെ പ്രസാദാ പറഞ്ഞത്. എവിടേക്കാ അവിടെ പോയത്? അതറിയില്ല. ദിവ്യ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. സൂക്ഷിക്കണം. അവരോട് എത്രയും പെട്ടെന്ന് അവളെ ഫോളോ ചെയ്യാൻ പറയും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാൻ സത്യ. ഞാൻ അവര് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ആ ശരി ഗുരുവി. ഒരു ആക്സിഡന്റ് കേസാ. കുരുവി, നിന്നെ ഞാൻ ചേട്ടാ. നമ്മുടെ സത്യയുടെ ചേച്ചി ദിവ്യല്ലേ, അവളുടെ വണ്ടിയായത്. എന്നിട്ട് അവൾക്ക് എന്താ പറ്റിയേ? ആക്സിഡന്റ് ആയി. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാം. പിന്നെ ബോധമില്ലായിരുന്നു. നീ ദിവ്യ വിളിച്ചോ? അവളെന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും എടുക്കുന്നില്ല. വിവാഹം അടുത്ത് വരികയല്ലേ, അതിന്റെ തിരക്കിലായിരിക്കും. എന്നാലും എന്റെ ഫോൺ എടുത്തില്ലെങ്കിലും നിന്റെ നമ്പർ കണ്ട് അവൾ എടുക്കേണ്ടതല്ലേ? അതെ. എന്താ പറ്റിയെന്ന് ആർക്കറിയാം. അബിയുടെ വലങ്കൈയാണ് ദിവ്യ. രണ്ടുപേരും കൂടെ ചേർന്ന് ഇനി നമ്മളെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? ഏയ്, ദിവ്യ അബിയുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ്. വിവാഹം കഴിഞ്ഞ പിന്നെ അവള് ഞാൻ പറയുന്ന അനുസരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ആ ജോലി നിർത്താൻ പറയാം. ഓ, അപ്പൊ കുതന്ത്രങ്ങളൊക്കെ അറിയാം. പാവത്താനെ പോലെ നടക്കുന്നേ ഉള്ളൂ.
കുതന്ത്രമൊന്നും അല്ല ചേച്ചി. അവൾക്ക് നമ്മുടെ കമ്പനിയിൽ നല്ലൊരു ജോലി കൊടുക്കാമല്ലോ. ആ അത് ശരിയാ. അപ്പോ അടുക്കള ജോലി ഞാനും അമ്മയും ചെയ്യട്ടെ എന്നല്ലേ? അയ്യോ അങ്ങനെയല്ല ചേച്ചി. എന്നാലും ദിവ്യക്ക് ഇത് എന്തു പറ്റി? അയ്യോ ഇനി സത്യ പോലെ അവള് മുങ്ങിയോ? എടാ നീ വിഷമിക്കണ്ട. തിരക്കൊക്കെ കഴിഞ്ഞ് അവള് തിരിച്ചു വിളിക്കുമായിരിക്കും. സാറിന് എത്ര തവണ ഞാൻ ഫോൺ വിളിച്ചു. എന്തു പറ്റി? ആ പെണ്ണ് ചാടിപ്പോയെന്ന്. ചാടിപ്പോയെന്നോ? ആര്? ദിവ്യോ? അല്ലാതെ ആര്? നിങ്ങൾ എന്തായി പറയുന്നേ? പർച്ചേസിംഗിനെന്ന് പറഞ്ഞൊരു സ്കൂട്ടർ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതിനാണോ ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞത്? അവളിങ്ങ് വന്നോളൂ. ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് കേട്ടില്ലാന്നേ. എന്റെ സ്കൂട്ടർ എടുത്തോണ്ടാ പോയത്. എന്നിട്ട് നിൽക്കാൻ പറഞ്ഞു, കേട്ടില്ല. അവള് പോയി. അവളങ്ങ് പോട്ടെ വൈദ്യരെ. പോട്ടെന്നാ? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? ദിവ്യ വിവാഹാവശ്യത്തിനുള്ള ഡ്രസ്സും മറ്റും വാങ്ങിക്കാൻ പോയതാവും. കാഷായ വസ്ത്രധാരിയായ വൈദ്യർ അവളുടെ കൂടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഒരു ഡ്രസ്സ് മാച്ചാണോ എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ വൈദ്യരെ കൊണ്ട് പറ്റില്ല. അവൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയാലോ എന്ന് കരുതിയാ ഞാൻ ചെല്ലാന്ന് പറഞ്ഞേ. അവൾ ആരുടെയും കൂടെ പോവില്ല. വിവാഹം അടുത്തൊരു പെണ്ണ്, അതും ഒരിക്കലും നടക്കാതെ പോയ തന്റെ അഭിലാഷം പൂവണിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. മാത്രമല്ല, പഴയ കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത അവൾ പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള തിടുക്കത്തിലുമാണ്. വൈദ്യരുടെ പച്ചമരുന്നല്ലാതെ ഞാനും അവൾക്ക് ചില മരുന്നുകൾ നൽകിയിട്ടുണ്ട്. ഓർമ്മകളുടെ വർണ്ണച്ചപ്പ് എന്നേക്കുമായി അടച്ചുപൂട്ടാനുള്ള മരുന്ന്. അപ്പൊ എന്റെ നിർദ്ദേശമില്ലാതെ പല മരുന്നുകളും സാറ് കൊടുത്തു തുടങ്ങി. അകത്തുണ്ട്. അവിടെ കാര്യം കയറ്റിവിടില്ല. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കുരുവി. സത്യം വിഷമിക്കാതിരിക്കുക. ദിവ്യക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് പേടിയാവുന്നടാ. പേടിക്കാതെ സത്യ, ഒന്നും വരില്ല. സത്യ, നീ കുറച്ചു സമയം ഇവിടെ ഇരിക്കുക. എന്റെ ചേച്ചി കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചല്ലോ. ഇനി പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല.
എന്റെ ചേച്ചിക്ക് ദിവ്യയുടെ അനിയത്തിയാണോ? അതെ ഡോക്ടർ. എന്റെ ചേച്ചിക്ക് എന്താ പറ്റിയ? ഒന്നും പറയാറായിട്ടില്ല. പുറത്ത് ഇഞ്ചുറി ഒന്നുമില്ല. സ്കാനിങ് ചെയ്ത ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബോധം വീണിട്ടില്ലെന്ന് പറയുന്നത്? ഇല്ല, ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. സത്യ, ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. മുറിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? നീ വിഷമിക്കാതിരിക്കുക, ദിവ്യയ്ക്കൊന്നും സംഭവിക്കില്ല. അമ്മേ, ഇത്തിരി വെള്ളം ചൂടേക്കമ്മേ, ഒന്ന് കുളിക്കട്ടെ. ഒന്ന് പോ പപ്പ. കിണറ്റിന്ന് വെള്ളം കോരി കുടിച്ചാ മതി. ഒരു ചൂടുവെള്ളം. എന്താ ഇത്? നല്ല തണുപ്പല്ലേ, ഇത്തിരി വെള്ളം ചൂടാക്കി താ. പോടാ. അയ്യോ അമ്മേ, ഇപ്പൊ പോയേനെ. എന്തൊരു കാല് മടങ്ങിയോ? അവിടെ ഇരിക്കാം, ഇരുന്നു. എടുത്തിയേ എടുത്തിയേ കാല് നോക്കട്ടെ അമ്മ. കാലും എടുത്തേ. അയ്യോ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? എന്നെ പ്രായക്കൊണ്ട് നടന്നാ കാല് മടങ്ങിയെന്നാ തോന്നുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. കാലും കൂടെ നീട്ടി വെച്ചേ നോക്കട്ടെ. എനിക്ക് വേദനിക്കുന്നു പപ്പ. എടുത്തി ആ ബിജുവിന്റെ ഓട്ടോ ഒന്ന് വിളിച്ച് നമുക്ക് ആശുപത്രി പോവാം. വേനുണ്ടാ? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആ ഓട്ടോക്കാരന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ ഷർട്ട് ഇട്ടിട്ട് വരട്ടെ. എടാ, നീ എങ്ങനെ കൊണ്ടുപോകാനാ? ബുള്ളറ്റ് കയറ്റി കൊണ്ടുപോകാനോ? ഞാൻ എന്റെ അമ്മയെ തോളത്തിട്ടുണ്ട് പോകും. അമ്മ പേടിക്കണ്ട കേട്ടാ, ഞാനിപ്പോ പോരാ. കാലനക്കല്ലേ, എടുത്തി നോക്കിക്കോളേ. പപ്പ, നല്ല വേദനയുണ്ടോ അമ്മേ? അതൊന്നും സാരമില്ല, ഒക്കെ മാറിക്കോളും. എന്തൊക്കെ പറഞ്ഞാലും അമ്മയൊന്ന് വീണപ്പോ പപ്പ എന്റെ പ്രാണൻ പോയി. അത് പിന്നെ സ്നേഹം കൊണ്ടൊന്നുമല്ല. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ പിന്നെ ആരെ ചീത്ത വിളിക്ക? ഈ തള്ളക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ പപ്പൻ പിന്നെ ജീവിച്ചു നിന്നിട്ട് കാര്യമില്ല. നോക്കിയേ, തലയുടെ കണ്ണീരണ്ടില്ലേ? ഏതേ ബാബോ, ഞാൻ എടുത്തോളാം. വേണ്ട പപ്പ, ഇതിപ്പോ മാറിക്കോളും. ഇപ്പൊ വേദന കുറവുണ്ട് എനിക്ക്. സത്യമാണല്ലോ അല്ലേ? അതെ. എന്താ പിന്നെ എടുത്തി നമുക്കൊന്ന് ചൂട് പിടിച്ചു നോക്കിയാലോ? അല്ലേ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. വേണ്ട പപ്പ, പപ്പൻ പോയി അവിടെ അങ്ങനെ സമാധാനമായിട്ടിരിക്കെ, ഞാൻ ചെയ്തോളാം. ചെല്ല്. അമ്മേ, വിഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഇല്ലടാ. ചെല്ല് പപ്പ. അമ്മയോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ ആ മനസ്സിനുള്ളില്? നിനക്ക് അറിയാഞ്ഞിട്ടാ മോളെ. അവളോട് പിണങ്ങിയെന്നും പറഞ്ഞ് അവൻ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാനാ. എത്ര ആട്ടിപ്പായിക്കാൻ നോക്കിയാലും പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് അവൻ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ദുഷ്ട. അമ്മ ഇനി ഇത് മാറ്റി പറയല്ലേ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒന്ന് പോടി അവിടുന്ന്. ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ടുവരാം. എടാ കുരുവി, എങ്ങനെയുണ്ട് ദിവ്യക്ക്? ഒന്നും പറയാറായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഒന്നുമില്ലടാ. സ്കൂട്ടർ കാറിലിടിച്ച് മറിഞ്ഞതാണെന്നല്ലേ പറഞ്ഞു. അങ്ങനെ പുറമേ വലിയ പരിക്കുകളൊന്നും ഇല്ല. പക്ഷെ ഇതുവരെ ബോധം വീണിട്ടില്ല. അതാ ഒരു ടെൻഷൻ. സത്യ എവിടെ? സത്യ ഡോക്ടറെ കാണാൻ പോയിരിക്കുക. അവളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയില്ല.
എന്താ ഡോക്ടർ? എക്സ്റേയിൽ എന്തെങ്കിലും? മുമ്പ് എപ്പോഴെങ്കിലും ദിവ്യയ്ക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ പേഷ്യന്റിന്റെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് നിങ്ങൾക്കറിയില്ലേ? അത് പിന്നെ ഞാൻ ചേച്ചി കുറച്ചുകാലം സ്ഥലത്തില്ലായിരുന്നു. അപ്പോഴെന്തെങ്കിലും സംഭവിച്ചോന്ന് എനിക്കറിയില്ല. എന്നാൽ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പ് നിങ്ങളുടെ ചേച്ചിക്ക് ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി അവൾക്ക് അവളുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓർമ്മശക്തി നഷ്ടപ്പെടാനോ? അപ്പോ ചേച്ചി? പഴയ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ദിവ്യ ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾ അവളുടെ അനിയത്തിയാണെന്നോ അവളുടെ അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ പഴയ ഫാമിലി ഹിസ്റ്ററി ഒന്നും തന്നെ ദിവ്യയുടെ മനസ്സിലില്ല. ഡോക്ടർ, അപ്പൊ ചേച്ചി? പറഞ്ഞില്ലേ, പഴയതൊന്നും ഓർമ്മയില്ലാത്ത ഒരു പുതിയ ആളാണ് ദിവ്യ ഇപ്പോ. ദിവ്യ മാരീഡാണോ? കല്യാണം കഴിഞ്ഞോന്ന്? ഏപ്രിൽ 17-ന് അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. അയാൾക്കറിയില്ലേ ദിവ്യ ഓർമ്മകൾ നഷ്ടപ്പെട്ട കുട്ടിയാണെന്ന്? അത് ചിലപ്പോൾ ബോധം തെളിയുമ്പോൾ ദിവ്യയ്ക്ക് പരിപൂർണമായും ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് വരാം. വിവാഹം നിശ്ചയിച്ച ആളിനെ പോലും അവൾ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. ജീവിതത്തിൽ ഒരിക്കലും പഴയതും പുതിയതുമായ ഓർമ്മകളൊന്നും ദിവ്യയ്ക്ക് ഉണ്ടായില്ലെന്നും വരാം. പിന്നെ സംഭവിക്കാനുള്ളത് ഒരു മിറാക്കിളാണ്, അത്ഭുതം. അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന് ഞാൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവള് നമുക്കിട്ട് പണി തന്നാണോ സാറേ? ഏയ്, അതിനുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ല. അവളിപ്പോ എന്റെ അടിമ മാത്രമാ. ആ രാഹുലിന്റെ കണ്ണിലെങ്ങാനും പെട്ടിട്ടുണ്ടാവുമോ? അവനെ കണ്ട ആ നിമിഷം എന്നെ കോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതാ. പിന്നെ എന്തായിരിക്കും ദിവ്യയ്ക്ക് പറ്റിയിട്ടുണ്ടാവുക? നമ്മുടെ അടുത്തുനിന്ന് അവള് രക്ഷപ്പെട്ടതാവുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇത്രയും കാലം ഞാൻ അവളെ തീറ്റിപ്പോറ്റിയതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് അവൾ വഴിമാറി ചിന്തിച്ചാ പിന്നെ ദിവ്യയില്ല. ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, ഈ ലോകത്ത് നിന്ന് തന്നെ അവളെ ഞാൻ വെട്ടിമാറ്റിയിരിക്കും. ഇനി എന്തു ചെയ്യും? ഡോക്ടർ പറഞ്ഞതുപോലെ ദിവ്യയുടെ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടാൽ സുധിസാറിനെ മാത്രമല്ല, ഇപ്പോ ദിവ്യയെ കൊണ്ടു നടക്കുന്ന അഭിയെ പോലും അവൾക്ക് തിരിച്ചറിയാനായില്ലെങ്കിലോ? ആരെയും തിരിച്ചറിയാൻ കഴിയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇത്രയും കാലം പഴയതൊന്നും ഓർമ്മയില്ലാത്ത ദിവ്യയും കൊണ്ടാണ് അഭി നടന്നത്. അവള് വീട്ടിൽ വന്നതും വിമലാമ്മയോടും അച്ചമ്മയോടും ഒക്കെ സംസാരിച്ചതും പിന്നെ എങ്ങനെയാ? അത് ശരിയാ. സുധിസാറുമായി അവൾക്കുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ചും സത്യയാണ് അവരുടെ വിവാഹം മുടക്കിയത് എന്നും ദിവ്യയ്ക്ക് എങ്ങനെ അറിയാം? പഴയതെല്ലാം മറന്ന ഒരാളാണ് ദിവ്യയെങ്കിൽ അവൾ അന്ന് വീട്ടിൽ വന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? എല്ലാം ആ അഭിജിത്തിന്റെ കളിയാ. എന്നെയും സുധിയെയും അകറ്റാൻ വേണ്ടി അവൻ സ്വയം മെനഞ്ഞുണ്ടാക്കിയ കഥകൾ ചേച്ചിയെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. പറയുന്നതിനനുസരിച്ച് ചലിക്കുന്ന ഒരു പാവക്കുട്ടി മാത്രമായിരുന്നു എന്റെ ചേച്ചി.
സത്യ സൂക്ഷിക്കണം. സത്യയെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ പെട്ടാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ആദ്യം എന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. നീ കൊറേ നേരം ആയല്ലോ. ആരെയാ വിളിക്കുന്നേ? ദിവ്യയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അതെയോ? ആ, ചിലപ്പോ എന്തെങ്കിലും തിരക്കിലാവും. കുറച്ചു കഴിഞ്ഞ് വിളിച്ചു നോക്ക്. ആ, ചന്ദ്രദാസൻ സാർ ഇപ്പൊ എന്തു പറയുന്നു? അച്ഛന് നല്ല വിഷമമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാലേ വിഷമിക്കേണ്ടി വരും. ഒന്നും വേണ്ടിയിരുന്നില്ല. അച്ഛനെ വിഷമിപ്പിച്ചോണ്ട് എന്ത് നേടിയിട്ട് എന്താ? ദേ അമ്മേ നോക്ക്, എല്ലാം നേരായ റൂട്ടിൽ വന്നുകൊണ്ടിരിക്കുക. അതിനിടെ കയറി ഒരുമാതിരി നല്ല പിള്ള ചമയല്ലേ? വിവാഹം കഴിച്ചത് പിന്നെ ഒരിക്കൽ പോലും ഞാൻ അച്ഛനെ ധിക്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇത്രയും കാലം അനുസരിച്ചിരുന്ന മക്കൾ പോലും അച്ഛനെ തള്ളിപ്പറയാൻ തുടങ്ങി. അമ്മേ, എല്ലാം നമ്മുടെ സുധിയുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ? നിനക്ക് മനസ്സിലാവില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉറുമ്പരിമണി സ്വരൂപിക്കുന്നത് പോലെ അച്ഛൻ സ്വരൂപിച്ചുണ്ടാക്കിയതാ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും. ദേ അമ്മേ, ഫ്ലാഷ് ബാക്കിലേക്ക് പോവാതെ ഫോർവേഡിലേക്ക് വാ. എനിക്കെന്തോ അച്ഛന്റെ വിഷമം കാണുമ്പോ നെഞ്ചു പൊട്ടുന്നത് പോലെ. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്താ പിന്നെ ഒരു വിഷമവും ഉണ്ടാവില്ല. സഹിച്ച് സഹിച്ച് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന എന്റെ പേടി. അച്ഛനൊന്നും സംഭവിക്കില്ല. ദേ അമ്മേ, അച്ഛൻ പറയുന്നതിനൊന്നും പോവണ്ട കേട്ടോ. അതിനെനിക്ക് പറ്റില്ല. എല്ലാം നീ കാരണം. നിന്റെ വാക്ക് കേട്ടിട്ടാ എനിക്ക് അച്ഛനെ ധിക്കരിക്കേണ്ടി വന്നത്. ഓ, ഇപ്പൊ എനിക്കായോ കുറ്റം? ഭർത്താവിനെ സ്നേഹിക്കേണ്ടതോ അനുസരിക്കേണ്ടതോ ഒക്കെ ഭാര്യയുടെ കടമയാ. അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവൻ ജയിലിൽ ചാടിയോ? നീ വരുന്നോ അതോ ഞാൻ അവിടേക്ക് വരണോ? നീ തന്നെ പറ. നിനക്കിപ്പോ എന്നോട് എന്താ പറയാനുള്ളത്? ദിവ്യ, അത് നേരി പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വേഗം പൊക്കോളാം. നീ എവിടെയുള്ളത്?
ഞാനേ ഈ ഓഡിറ്റോറിയത്തിന്റെ പാർക്കിംഗ് ഏരിയയിലുണ്ട്. ഞാൻ വരാം. പോയി വണ്ടി കയറടി. മര്യാദക്ക് രാഹുൽ പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ കല്യാണ തലേന്ന് കാമുകനപ്പോ ഒളിച്ചോടിപ്പോയ പെണ്ണിനെ ആരാടാ അന്വേഷിക്കാൻ പോകുന്നേ? അന്തസ്സുള്ള ആരെങ്കിലും ചെയ്യുന്ന വേലയാണോ അത്? അല്ലേടി മുത്തേ? മുഹൂർത്തത്തിന് സമയമായി ദിവ്യ.